ആദ്യ മത്സരം തന്നെ ഹൈദരാബാദ് ജയിച്ചിട്ടാണ് തുടങ്ങിയത്. ഹൈദരാബാദിന്റെ രക്ഷയ്ക്കെത്തിയത് ഇഷാനായിരുന്നു. 106 റൺസാണ് ഇഷാൻ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. ഇഷാനെ വിട്ടുകൊടുത്തത് അബദ്ധമായെന്ന് ഇപ്പോൾ മുംബൈ ടീമിന് തോന്നുന്നുണ്ടായിരിക്കും. അതുപോലത്തെ പ്രകടനമാണ് ഇഷാൻ ഇന്ന് പുറത്തെടുത്തത്. ഇന്നത്തെ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ആയത് ഇഷാനായിരുന്നു. ശേഷം താരം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യ കളിയിൽ തന്നെ രാജസ്ഥാനെ തോൽക്കേണ്ടി വന്നു. അത്രയ്ക്കും മികച്ച ബാറ്റിംഗ് ആണ് ഹൈദരാബാദ് ഇന്ന് പുറത്തെടുത്തത്. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ഇഷാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മുംബൈ ടീം എന്നെ ഒഴിവാക്കിയപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ IPL എനിക്ക് മികച്ച ഫോമിൽ തിരിച്ചെത്തേണ്ടതുണ്ട്. ഹൈദരാബാദ് എന്നിൽ അർപ്പിച്ച വിശ്വാസം എനിക്ക് കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് ആദ്യ കളി തന്നെ ഞാൻ മികച്ച രീതിയിൽ കളിച്ചു. മുംബൈ ടീമിനേക്കാൾ മികച്ച ടീം ഹൈദരാബാദ് തന്നെയാണ്. ഇവിടുത്തെ മാനേജ്മെന്റ് എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻസിൽ കളിക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഓപ്പണിൽ കളിക്കാനാണ് താല്പര്യം. പക്ഷെ എന്നെ വൺ ഡൗണിലാണ് കളിപ്പിച്ചത്. പ്ലേയിങ് 11-ൽ അവസരം കിട്ടിയത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. രാജസ്ഥാനെതിരെ കളിക്കുമ്പോൾ എനിക്ക് സഞ്ജുവിനെയാണ് ഓർമ്മ വരാറ്. ഞാനും സഞ്ജുവും ഒരുമിച്ച് കളിച്ചു വളർന്നതാണ്. ഇന്ത്യൻ ടീമിൽ ഞങ്ങൾ ഒരുമിച്ച് കളിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ സാധിക്കുന്നില്ല. സഞ്ജുവിടെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ എന്നേക്കാൾ നല്ല കളി സഞ്ജു കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാൻ ഓഫ് ദി മാച്ചിന് എന്നേക്കാൾ അർഹൻ സഞ്ജു തന്നെയാണ്. വരാൻ പോകുന്ന മത്സരത്തിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് ഇഷാൻ കിഷൻ വ്യക്തമാക്കി. ഹൈദരാബാദ് മികച്ച ബാറ്റിംഗ് ആണെന്ന് കാഴ്ചവെച്ചത്. 286 റൺസാണ് ഹൈദരാബാദ് അടിച്ചുകൂട്ടിയത്. ഈ IPL ഏതെങ്കിലും ഒരു ടീം 300 കടക്കുമെന്നത് ഉറപ്പാണ്. അത് ഹൈദരാബാദ് ആകാനാണ് സാധ്യത. രാജസ്ഥാൻ ക്യാപ്റ്റൻസിയിൽ മോശം കളിയാണ് കാഴ്ചവെച്ചത്. റിയാൻ പരാഗിനെ ക്യാപ്റ്റൻസി അറിയില്ല. സഞ്ജു ഇല്ലാത്തതുകൊണ്ട് രാജസ്ഥാൻ ടീം തകർന്നിരിക്കുകയാണ്. വരാൻ പോകുന്ന മത്സരങ്ങളിൽ സഞ്ജു ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ചെത്തിയാൽ മാത്രമേ രാജസ്ഥാൻ ഇനി രക്ഷയുള്ളൂ. സഞ്ജുവും ചൂറലുമാണെന്ന് ശരിക്കും കളിച്ചത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.